BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. CMRL എക്സാലോജി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ബിജെപിയും കോൺഗ്രസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമെന്ന മുതിർന്ന CPM നേതാവ് P. ജയരാജന്റെ ആരോപണം. റെയ്ഡ് നടക്കുന്ന കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു പ്രതികരണം. എക്സാലോജി കേസിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയും മുൻപ് അന്വേഷണ സംഘം കേരള ഹൈക്കോടതിയിൽ നിന്നും അന്വേഷണത്തിനായി അനുമതി വാങ്ങുകയായിരുന്നുവെന്നും ED സംഘപരിവാറിന്റെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റാണെന്നും P. ജയരാജൻ വിമർശിച്ചു. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ചോദിച്ചത്. ബംഗാളിലും ത്രിപുരയിലും CPM-നെ തകർക്കാനുള്ള പദ്ധതി സംഘപരിവാർ ആസൂത്രണം ചെയ്തതോടെ നടപ്പിലാക്കിയതാണ്. സാംസ്കാരിക മാർക്സിസത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് മോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPM-നെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ആസൂത്രണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് റെയ്ഡ്. കൃത്യമായ പ്ലാനിംഗ് ആണ്, ഗ്രാൻഡ് ഡിസൈൻ ആണ്, അത് ജനം തിരിച്ചറിയും എന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. അതേസമയം CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ നടക്കുന്ന ED റെയ്ഡ് പരിശോധനയിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസ് MPയും രംഗത്തെത്തി. റെയ്ഡ് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാണെന്നും കോൺഗ്രസും BJPയും കൂടിയുള്ള ഒത്തുകളിയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പിണറായി വിജയൻ തീയിൽ കരുത്ത നേതാവാണെന്നും ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടുകൾ കോൺഗ്രസ് BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ടെന്നും ബ്രിട്ടാസ് പറഞ്ഞു. CPM-നെ തളർത്തണമെന്ന് BJPയുടെ വ്യാമോഹമാണെന്നും അതിനെ പിണറായി വിജയനും പാർട്ടിയും പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ നടക്കുന്ന ED പരിശോധനയിൽ വ്യാപക പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. ED റെയ്ഡ് നടക്കുന്ന തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീടിന് മുൻപിൽ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ED റെയ്ഡിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എത്തി. പിണറായി വിജയനെ പ്രതിയാക്കാൻ ബോധപൂർവമായി കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPM ഇതിനെ ചെറുക്കുമെന്നും ജനകീയ രീതിയിൽ പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണ് റെയ്ഡെന്നും ഭരണഘടനാ വിരുദ്ധമായി പിണറായി വിജയനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അതേസമയം ED റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നാണ് UDFന്റെ നിലപാട്. CPM പ്രവർത്തകർ ഇത്തരം റെയ്ഡിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങുകയാണെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചാൽ മതി. ഇത്തരം പ്രതിഷേധം വിചിത്രമാണെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയൻ വീട്ടിലുണ്ടായിരിക്കെ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നതെന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആത്മവിശ്വാസത്തിന്മേൽ ഏൽക്കുന്ന കനത്ത പ്രഹരമാണ്. മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും EDയുടെ നിരീക്ഷണ വലയത്തിലായതോടെ പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി വളർത്താൻ ശ്രമിച്ച വ്യക്തിത്വങ്ങളും പൊതുസമൂഹത്തിനു മുന്നിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഭരണവിരുദ്ധ വികാരവും ജനരോക്ഷവും കാരണം അധികാരം നഷ്ടപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായിക്ക് ഇനി ഈ കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തെ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് അത്ര എളുപ്പം പ്രതിരോധിക്കാനാകില്ല. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾക്കും ശേഷമാണ് ED നിർണായക നീക്കത്തിലേക്ക് കടന്നത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്ന പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയുടെ തകർച്ചയായിരിക്കും. അണികളോട് ത്യാഗത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും മറുവശത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് സന്ധി ചെയ്യുകയും ചെയ്ത പിണറായി വിജയനും കുടുംബവും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ചോദ്യത്തിലാണ്. കരിമണൽ കമ്പനിയുടെ നിഗൂഢമായ ഇടപെടലുകളുടെ ചുരുളയുമ്പോൾ പുറത്തുവരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കോർപ്പറേറ്റ് അവിശുദ്ധ സഖ്യത്തിന് കഥകളായിരിക്കും. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.